ട്രംപ് വച്ച കെണിയിൽ ട്രംപ് തന്നെ കുരുങ്ങി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. US താരിഫ് സമ്മർദ്ദത്തിന് ശക്തമായ മറുപടിയുമായി ഇന്ത്യ US ട്രഷറിയിലെ നിക്ഷേപം ഒറ്റ വർഷത്തിനുള്ളിൽ 21% കുറച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ത്യയുടെ ഈ പ്രത്യാക്രമണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 4.5 ലക്ഷം കോടിയുടെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്ലൂംബർഗിന്റെ അഭിപ്രായത്തിൽ ആഗോള സാമ്പത്തിക അസ്ഥിരതയും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യവും കണക്കിലെടുത്ത് ഇന്ത്യ ഇപ്പോൾ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ്. ഈ തന്ത്രപരമായിട്ടുള്ള മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കുക എന്നുള്ളതാണ്. ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് 2024 ഒക്ടോബർ 21 2025 ഒക്ടോബർ 31 ഇടയിൽ US ട്രഷറികളിലെ ഇന്ത്യയുടെ നിക്ഷേപം 21% വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഈ വിഹിതം ഇപ്പോൾ $241.4 ബില്യൺ നിന്ന് $190.7 ബില്യൺ കുറഞ്ഞു. ഈ സ്ഥിതിവിവര കണക്ക് മാറ്റം സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ US വിപണിയിൽ നിന്ന് ഏകദേശം $50 ബില്യൺ ഏകദേശം 4.5 ലക്ഷം കോടി രൂപയുടെ ഗണ്യമായ നിക്ഷേപം പിൻവലിച്ചു എന്നാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യൻ നിക്ഷേപം കുറയുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ഇന്ത്യയുടെ ഓഹരികൾ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടോ സ്ഥിരതയോടെയോ തുടർന്നു. പോരാത്തതിന് അതിശയകരമായിട്ടുള്ള മറ്റൊരു കാര്യം US ട്രഷറികളിലെ വരുമാനം ഇപ്പോഴും 4% നിന്ന് 4.8% വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇത് നിക്ഷേപകർക്ക് ഗുണകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ലാഭമുണ്ടാക്കുകയും പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നു. ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവും ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും കണക്കിലെടുത്ത് RBI ഇപ്പോൾ സ്വർണത്തിലും ഡോളർ അല്ലാത്ത ആസ്തികളിലും നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഇന്ത്യ ഇപ്പോൾ സ്വർണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. ഇന്ത്യയുടെ തന്ത്രത്തിലെ ഈ മാറ്റം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിക്ക് ഒരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങുന്നതിന് പകരം ഇന്ത്യ ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയും സ്വന്തം പാത വെട്ടിത്തുറന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. തൊഴിൽ വിപണിയും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയവും ഡോളറിന്റെ ആകർഷണം കുറയ്ക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.